ജീവിക്കുന്നതിന് നിങ്ങൾക്കുള്ള യുക്തി എന്താണ്? ജപ്പാൻകാരുടെ അഭിപ്രായത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇക്കിഗായി ഉണ്ട്. നിലനിൽപ്പിന് ആധാരമായ ലക്ഷ്യം അഥവാ യുക്തി എന്ന അർത്ഥത്തിൽ ഫ്രഞ്ചുകാരനായ ഒരു തത്വജ്ഞാനി റെസോ ദെത്രേ എന്ന് വിളിക്കുന്ന അതേ കാര്യം ചില ആളുകൾ തങ്ങളുടെ ഇക്കിഗായി കണ്ടെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചിലർ ഇപ്പോൾ അതിനായി തിരയുന്നു. അതിനെ അവർ അവരുടെ ഉള്ളിൽ വഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇക്കിഗായി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആഴത്തിൽ ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിനെ കണ്ടെത്തുന്നതിന് ക്ഷമയോടെയുള്ള ഒരു തിരച്ചിൽ ആവശ്യമാണ്. നാം രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ യുക്തി നമ്മുടെ ഇക്കിഗായി ആണ് എന്നാണ് ഏറ്റവും കൂടുതൽ 100 വയസ്സുകാർ ഉള്ള ഒക്കിനാവ ദ്വീപിൽ ജനിച്ചവർ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും വിരമിക്കരുത്. വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു ഇക്കിഗായി ഉണ്ടായിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് സംതൃപ്തിയും സന്തോഷവും അർത്ഥവും കൊണ്ടുവരും. നിങ്ങളുടെ ഇക്കിഗായി കണ്ടെത്തുന്നതിന് നിങ്ങളെ സഹായിക്കുക ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും നീണ്ടു നിൽക്കുന്ന ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ജപ്പാൻകാരുടെ തത്വശാസ്ത്രത്തിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ പങ്കുവെക്കുക എന്നീ ഉദ്ദേശങ്ങളാണ്. റിട്ടയർമെൻറ്റിന് ശേഷം എത്രമാത്രം സജീവമായാണ് ആളുകൾ കഴിയുന്നത് എന്നതാണ് ജപ്പാനിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന അത്ഭുതകരമായ ഒരു കാര്യം. വാസ്തവത്തിൽ ജപ്പാൻകാരായ അനേകം ആളുകൾ യഥാർത്ഥമായി വിരമിക്കുന്നതേയില്ല. തങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇംഗ്ലീഷിൽ കർമ്മസേനയെ വിട്ടുപോകുക എന്ന അർത്ഥത്തിൽ റിട്ടയർ എന്ന വാക്കിന് സമാനമായ പദം ജപ്പാനീസ് ഭാഷയിൽ ഇല്ല. നാഷണൽ ജോഗ്രഫിക്കിൻ്റെ ഒരു റിപ്പോർട്ടറും